ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ നോമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. നോമ്പ് കാലത്തിലെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ. ഒരുപക്ഷേ നോമ്പ് കാല ചൈതന്യവുമായി ഒത്തുപോകാത്തതല്ലേ ഒരു തിരുനാൾ ആഘോഷം എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം. എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, നോമ്പ് കാലത്തിന് ഏറ്റവും യോജിച്ച ഒരു തിരുനാളാണ് ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ. കാരണം ആ തിരുനാൾ നിശബ്ദതയുടെ ഒരു ആഘോഷവും ഒരു തിരുനാളുമാണ്. ഔസേപ്പിതാവ് വളരെ കുറച്ച് മാത്രം, ഒരുപക്ഷെ ഒന്നും സംസാരിക്കാത്ത ബൈബിളിലെ ഒരു കഥാപാത്രമാണ്. എന്തുകൊണ്ടായിരിക്കും ഔസേപ്പിതാവ് സംസാരിക്കാതിരുന്നത് എന്ന് ഞാൻ ഈ നോമ്പ് കാലത്ത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, സംസാരത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യ പാപം, ഉൽപ്പത്തി പുസ്തകം പറയുന്ന ആദ്യ പാപം ആരംഭിക്കുന്നത് സർപ്പവും ഹവ്വയും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാണ്. അത് ചെന്ന് അവസാനിക്കുന്നത് ദൈവകൽപ്പന ലംഘനത്തിലേക്കാണ്. ഈശോയുടെ ഗിരിപ്രഭാഷണം, അഷ്ടസൗഭാഗ്യങ്ങൾ കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഈശോ നൽകുന്ന പ്രായോഗികമായ ഉപദേശങ്ങളിൽ ആദ്യത്തേത് സംസാരത്തെ സംബന്ധിക്കുന്നതാണ്. കൊല്ലരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നു, കോപിക്കരുത്. ഭോഷ എന്ന് വിളിക്കുന്നവൻ, വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് ഇരയായിത്തീരും. അപ്പോൾ കൊലപാതകം പോലും ആരംഭിക്കുന്നത് സംസാരത്തിൽ നിന്നാണ്. പത്രോസ്ലിയായുടെ ലേഖനത്തിൽ പത്രോസ്ലിയ പറയുന്നു, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ വ്യാജം പറയലും തൻ്റെ അതിർത്തിയും തിന്മ പ്രവർത്തിക്കുന്ന നാവിനെയും കാത്തു സൂക്ഷിക്കട്ടെ. അവൻ തിന്മയിൽ നകന്ന് നന്മ ചെയ്യട്ടെ. ജീവിതത്തെ സ്നേഹിക്കുന്നവനും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവനും ആദ്യം ചെയ്യേണ്ടത് തിന്മ പറയുന്നതിൽ നിന്ന് അതിർത്തിയെയും നാവിനെയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ നോമ്പ് കാലത്ത് നമ്മുടെ സംസാരം കുറയ്ക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് കുറയ്ക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്ക് നിശ്ചയമില്ലല്ലോ. നേരിട്ട് കണ്ട കാര്യമാണെങ്കിൽ പോലും നമ്മുടെ കാഴ്ച എത്രമാത്രം കൃത്യമാണ് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഔസേപ്പിതാവിൻ്റെ കഥയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഔസേപ്പിതാവിന് വ്യക്തമായി അറിയാം പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്ന്. പക്ഷേ അതിനാരാ കാരണക്കാരൻ? താനല്ല, മറ്റാരെങ്കിലുമായിരിക്കും. അതുകൊണ്ടത് പരസ്യപ്പെടുത്തിയിരുന്നെങ്കിൽ അത് വലിയൊരു തിന്മയാകുമായിരുന്നു. അതുകൊണ്ട് ഔസേപ്പിതാവ് രഹസ്യമായി പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ശതമാനം പാപങ്ങളും സംസാരത്തിലൂടെ കയറി വരുന്നതാണ്. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനത്തിൽ പറയുന്നത്, ഈ ലോകത്തിൽ മനുഷ്യൻ ഏതെല്ലാം കാര്യങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നു, ഏതെല്ലാം വന്യജീവികളെ നിയന്ത്രിച്ചിരിക്കുന്നു, പക്ഷേ ആർക്കും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. സംസാരത്തിൽ പൂർണ്ണത കൈവരിച്ചിട്ടുള്ളവൻ എല്ലാം തികഞ്ഞവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ സംസാരത്തെ കുറേ കൂടി നിയന്ത്രിച്ച് കൂടുതൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഈ നോമ്പുകാലം കൂടുതൽ ഫലദായമാക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.